ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ്, ഒരു വർഷത്തിനിടയിൽ നടന്ന രണ്ട് തെരഞ്ഞെടുപ്പ്, ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഒന്ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും LDF-ന് വളരെ ഭീകരമായ രീതിയിലാണ് തിരിച്ചടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF-ന് വലിയ തോതിൽ ക്ഷീണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആദ്യ രാജ്യം ഭരിക്കണം എന്നുള്ള തെരഞ്ഞെടുപ്പാണ്. അതൊരു ഹൈലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അജണ്ടയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന്റെ അജണ്ട വേറെയാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് ഗ്രാമപഞ്ചായത്തുകൾ, ആ രീതിയിൽ നടക്കണം. അതിൻ്റെ അകത്ത് ഈ രണ്ട് കാര്യത്തിലും, രണ്ട് വിഷയത്തിലും ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ പൂർണ്ണമായും വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. എന്നാൽ കേരളം ആര് ഭരിക്കണം എന്ന ചോദ്യവുമായി വരുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനതിനെ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഇനിയും ഇപ്പം നിഷാദിനറിയാലോ എത്ര നാളായി നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നു. എൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ ഒരു രാഷ്ട്രീയ നിലപാടോ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ചില കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് കേരളത്തിലെ ഏറ്റവും ടവറിംഗ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്, ഒരു സംശയമില്ലാത്തത്. അദ്ദേഹത്തിനോടുള്ള കടുത്ത എതിർപ്പും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കമ്മ്യൂണിസം എന്ന ആ ആശയത്തോടുമുള്ള എൻ്റെ എല്ലാ വിരോധവും നിർത്തി തന്നെ ഞാൻ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ആ ഒരു പൊളിറ്റിക്കൽ ആ ഒരു ഹൈറ്റില് പിണറായി വിജയനോടൊപ്പം എത്താൻ കഴിയുന്ന വേറൊരു ലീഡർ ഇന്ന് കേരളത്തിലില്ല. കരുത്തിന്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങളെ ആര് നയിക്കണം എന്ന് ചോദിച്ചാൽ കരുത്തുള്ളവൻ നയിക്കണം എന്ന ഒരു അഭിപ്രായം പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന സംഭവം, ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ സർക്കാർ 100% ജനവിരുദ്ധമാണ്. അവർ അഴിമതി നിറഞ്ഞതാണ്, സ്വർണ്ണക്കൊള്ളക്കാരാണ്. അങ്ങനെ ഒരുപാടുണ്ട് ആരോപണങ്ങൾ. നമ്മൾ ഒരിടത്തൊന്നും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും അവസാനിക്കൊന്നുമില്ല. ഇത്രയധികം അവസരങ്ങൾ, ഇത്രയധികം കാര്യങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷം, ഔദ്യോഗിക പ്രതിപക്ഷമായ കോൺഗ്രസ്, UDF പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്ന ഒരു സംഭവം വ്യക്തമായി ശരിയായ രീതിയിൽ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇനി മറ്റൊരു ഫാക്ടർ ഇവിടെ, ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നടന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ലഹരിയിലാണ് ഇപ്പൊ കോൺഗ്രസ്. ഇപ്പൊ താങ്കളുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, സീനിയർ നേതാക്കന്മാരെല്ലാം മത്സരിക്കാനായിട്ട് വരികയാണ്. ആർക്കും കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ പാർലമെന്റിലേക്കോ ഒന്നും പോകണ്ട. അവിടെ പോയിട്ട് ഇനി ഒരു കാര്യമില്ല, ഇനി അടുത്ത കാലത്തൊന്നും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് അറിയാം. ഇനി ഒരു ഭരണം കിട്ടാൻ സാധ്യതയുള്ളത്, ആ ഭരണത്തിന്റെ ആനുകൂല്യം, അതിന്റെ ഒരു സുഖശീതളമയിൽ കഴിയാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കേരളമാണ്. എല്ലാവരും കേരളത്തിലേക്ക് മത്സരിക്കാനായിട്ട് വരികയാണ്. അതായത് അവർ അടുത്ത വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ മട്ടിലാണ് അവർ നിൽക്കുന്നത്. ഇത് അവർക്കുണ്ടാക്കാൻ പോകുന്ന ഡാമേജ് ചില്ലറയൊന്നുമല്ല. ഇത് പല വട്ടം ചരിത്രം തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. അവർ വിജയം ഇനിയിപ്പോ ഓൺലി മാറ്റർ ഓഫ് 2-3 months ടൈം, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഒരു സംഭവം വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിശക്തമായ ഒരു സംഘടനാ സംവിധാനമുണ്ട്. അവർക്ക് ഒരു ഡാമേജ് കൺട്രോൾ എക്സസൈസ് ചെയ്യാനുള്ള സമയം അവരുടെ മുമ്പിലുണ്ട്. അവരത് ഏത് ലെവല് വരെ വേണമെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ CPM-ന് ഒരു മടിയുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അത് എത്ര വൃത്തികെട്ട മാർഗവും അവർ നോക്കുകയും ചെയ്യും. എങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കണം, ആ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റി അവരെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കുകയും വേണ്ട. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അടുത്ത എന്റെ മുമ്പിൽ ഞാൻ കാണുന്നുണ്ട് ഒരു കാര്യം, അതിനുള്ള ഒരു വലിയ സാധ്യത കാണുന്നുണ്ട്. ഒരു 3ാം പിണറായി സർക്കാരിന്